100 കുട്ടികൾക്ക് സ്നേഹത്തണലൊരുക്കി സംസ്ഥാന ശിശുക്ഷേമ സമിതി. പോറ്റമ്മയുടെ തണലിൽ വളർന്ന 100 കുട്ടികളെയാണ് വിവിധ കേന്ദ്രങ്ങളിലേക്ക് ദത്തു നൽകിയത്. അത് കേരളത്തിൽ തന്നെയുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, വിദേശങ്ങളിലേക്ക് പോയ കുട്ടികളുണ്ട്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിലാണ് ഇത്രയും കുട്ടികളെ സുരക്ഷിതമായ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മൾ പറിച്ചു നടപ്പെട്ട് പക്ഷെ നല്ല അനുഭവത്തിലേക്കാണ്, നല്ല ജീവിതത്തിലേക്കാണ്. ഓരോ കുഞ്ഞും ഓരോ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷയെ കരുതലോടെ സ്നേഹച്ചിറകുകൾ വിരിച്ച് ആയമാരുടെ സംരക്ഷണ വലയത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് കുടുംബത്തിന്റെ സംരക്ഷണയിലേക്ക് 1.5 വർഷത്തിനിടെ എത്തിയത് 100 കുരുന്നുകളാണ്. ഇതിൽ 17 കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് സർവ്വകാല റെക്കോർഡാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് 34 പേരെ ദത്തു നൽകി. കേരളത്തിൽ മാത്രം 49 പേരെയാണ് ദത്തെടുത്തത്. തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ദത്തെടുക്കപ്പെട്ടത്. ഏറ്റവും അധികം കുട്ടികൾ ദത്തെടുത്തത് തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ നിന്നാണ്. വെള്ളിയാഴ്ച ജില്ലയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ നിന്നും 7 കുട്ടികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുതിയ മാതാപിതാക്കളോടൊപ്പം കൈപിടിച്ച് പടിയിറങ്ങിയപ്പോഴാണ് ദത്തുപോയവരുടെ എണ്ണം സെഞ്ചുറി തികഞ്ഞത്. ഉപേക്ഷിക്കുന്ന ബാല്യങ്ങളെ സ്വീകരിച്ച് പരിരക്ഷിക്കുവാൻ സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരിരക്ഷയ്ക്കായി എത്തിയതും തിരുവനന്തപുരം അമ്മത്തൊട്ടിലാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലെ നമുക്കൊപ്പുണ്ട്. ഗോകുലെ, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ആ 100 കുട്ടികളുടെ ജീവിതം എന്താകുമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് ഭീകരതയാണത് ആലോചിക്കുമ്പോൾ. അപ്പോൾ ആ 100 കുട്ടികളുടെ അച്ഛനും അമ്മയുടെയൊക്കെ ഒപ്പം അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. വിദേശത്തു നിന്ന് കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഞങ്ങളുടെ നാടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്കൊക്കെ വരാം. എന്തായാലും ഈ അതിൻ്റെയൊക്കെ അയമാരായി നിന്നവരും പോറ്റന്മാരായി നിന്നവർക്കൊക്കെ ഒരു വലിയ സന്തോഷമാണല്ലേ? തീർച്ചയായും. ഡിബിഷ് പറയുമ്പോൾ എനിക്ക് ആദ്യം വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സമയത്തെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ ആ സമയത്ത് എന്നെ പലരും വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാധ്യമത്തിലൊക്കെ ആയതുകൊണ്ടായിരുന്നു പലരും വിളിച്ചിട്ട് ഇത്തരത്തിൽ കുട്ടികളെ ദത്ത് കിട്ടുന്നതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ എങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, അടുത്തുള്ള ദത്തെടുക്കൽ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് തിരക്കി നോക്കിയാൽ കൃത്യമായി അറിയാം. കാരണം ഇപ്പം അവിടേക്ക് തന്നെ പോകണമെന്നില്ല. നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ സംസ്ഥാന ശിശു സമിതിയുടെ ഓഫീസുകളുണ്ട്. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുട്ടികളെ ദത്ത് കിട്ടാനുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പലരും ഈ വാർത്ത ആ സമയത്ത് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് കുട്ടിയെ കിട്ടുമോ, പ്രായമായവരെ ഞാൻ നോക്കിക്കോളാം അടക്കമുള്ള. അപ്പോൾ നമ്മളുടെ ആ കരുതലിൻ്റെ ആ ഒരു കരവലയമൊക്കെ അങ്ങോട്ട് നീണ്ടു പോകുമ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ ആശ്വാസ കിരണങ്ങളൊക്കെയാണത്. അപ്പം ആ ഒരു സമയത്ത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ 2023 കാലഘട്ടത്തിൽ ഈ വനിതാ ശിശുക്ഷേമ സമിതിയുടെ പുതിയ ഓഫീസിലെ അംഗങ്ങൾ ചുമതലയേറ്റതിന് ശേഷം 1.5 വർഷത്തിനകത്താണ് ഈ 100ഓളം കുട്ടികളെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അതായത് വിവിധ കുടുംബങ്ങൾ കൊണ്ടുപോയത്. അതിൽ 17 കുട്ടികൾ അമേരിക്കയിലും ഇറ്റലിയിലും കാനഡയിലും ഒക്കെ പോയി. ഒപ്പം ഈ പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾ അവരെയും കൊണ്ടുപോകുന്നുണ്ട്. 8 പേരെയാണ് ഇത്തരത്തിൽ ഇത്തവണ ദത്തുപോയത്. അപ്പം ആരോരുമില്ലാതെ ആയി പല കാരണങ്ങൾ കൊണ്ട് പോകുന്ന അച്ഛനോ അമ്മയോ കുടുംബമോ ഒന്നുമില്ലാതെ പോകുന്ന കുട്ടികൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ അമ്മത്തൊട്ടിൽ സംവിധാനം വളരെ കാര്യക്ഷമമായി നടക്കുന്നു. അവിടെ കുട്ടികളെ, അതായത് മാതാപിതാക്കൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് സുരക്ഷിതമായി ഏൽപ്പിക്കാം. അപ്പം സനാഥരായ ഒരു ബാല്യത, ഇത് അനാഥരല്ല സനാഥരാണെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. കാരണം ഈ ഒരു എനിക്കൊന്ന് അമ്മത്തൊട്ടിലില്ലായിരുന്നെങ്കിൽ പല കുട്ടികളുടെയും ജീവിതം വളരെ ദുരിതപൂർണമോ ബുദ്ധിമുട്ടിലേക്കോ പല സംസ്ഥാനങ്ങളും അത് കടമെടുക്കണം എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയാണ് തീർച്ചയായും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ഇനി നമുക്കുമുള്ളത്. എന്തായാലും അങ്ങനെ അനാഥരാക്കപ്പെടാതെ പോകട്ടെ കുഞ്ഞുങ്ങൾ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് പുതിയ ജീവിതം വഴി തുറന്നു കൊടുക്കാൻ ഇങ്ങനൊരു സംവിധാനമുണ്ട് എന്നതും വലിയ കാര്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായും ഒരുപാട് അഭിനന്ദനങ്ങൾ, നന്ദിയും അറിയിക്കുകയാണ്. ശരി.